നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റേഷൻ കാർഡ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇത് സൗജന്യമായി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നിലവിൽ നിങ്ങൾ ബുക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ബുക്ക് റേഷൻ കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കാർഡ് രൂപത്തിലുള്ള റേഷൻ കാർഡിലേക്ക് മാറുക. ഇത് സൗജന്യമായി നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പ്രിന്റ് എടുക്കാനും സാധിക്കുന്നതാണ്. പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് രൂപത്തിലുള്ള ATM കാർഡ് രൂപത്തിൽ ചെറിയ തരത്തിലും നമുക്ക് ഈ ഒരു റേഷൻ കാർഡ് മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്താൽ മതിയാകും ഈ റേഷൻ കാർഡ്. ബുക്കുകളൊക്കെ ഇപ്പോൾ ഒഴിവായി. ഈ കാർഡ് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റേഷൻ കാർഡ് ഡിജിറ്റലായി ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് കേരള സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണിക്കുന്നുണ്ടാകും. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സിവിൽ സപ്ലൈയുടെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എത്തുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിനായി ഇവിടെ ലാൻഡ് നമ്പറും അതേപോലെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ടാകും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും സാധിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് ഈ ഒരു റേഷൻ കാർഡിന്റെ സിസ്റ്റം ലോഞ്ച് ചെയ്തതും അതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. താഴെ നിങ്ങൾക്ക് സന്ദേശ് മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം നമ്മൾ ഓൺലൈനായിട്ട് ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് OTP ഈ സന്ദേശ് ആപ്പിലേക്കാണ് വരുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ നമുക്ക് OTP കിട്ടാനൊന്നും ഇതിന്റെ ആവശ്യമില്ല. നേരെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞ് ഒരു ഭാഗം കാണിക്കുന്നുണ്ടാകും. അവിടെ യൂസർ IDയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പറയും. ഒരു ക്യാപ്ച കൂടെ നിങ്ങൾ അടിക്കേണ്ടി വരും. ഇവിടെ അതിനുള്ള കോളമുണ്ട്. ആദ്യമായാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസർ IDയും പാസ്വേഡും ഇല്ലല്ലോ, അത് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി താഴെ കാണുന്ന ന്യൂ ടു ഇ സർവീസസ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പുതിയത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, നിലവിലുള്ളത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് നോ കൊടുക്കാം. നോ എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിന് താഴെ ആധാർ നമ്പർ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമയുടെ ഡീറ്റെയിൽ കൊടുത്താലും മതി. അത് നിർബന്ധമായും എന്തായാലും കൊടുത്തിട്ടുണ്ടാകും. നേരെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. റേഷൻ കാർഡിന്റെ നമ്പറും കൊടുക്കാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരാളുടെ ആധാർ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആർക്ക് വേണമെങ്കിലും റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ റേഷൻ കാർഡിലുള്ള ഒരാളുടെ ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഒരാളുടെ ആധാർ നമ്പറും അതേപോലെ തന്നെ റേഷൻ കാർഡിന്റെ നമ്പറും ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെ ഐ എഗ്രി എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു യൂസർ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാസ്വേഡും നമുക്ക് അടിച്ചു കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പേര് താഴെ വന്നിട്ടുണ്ടാകും. പിന്നെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നമ്മൾ അടിച്ചു കൊടുക്കണം. യൂസർ ID എന്നുള്ളിടത്തിൽ നിങ്ങളുടെ പേര് തന്നെ അടിച്ചു കൊടുത്താൽ മതി. പാസ്വേഡ് എന്നുള്ള കോളത്തിൽ അടിച്ച അതേ പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡ് എന്നുള്ള കോളത്തിലും അടിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റാർ കാണിക്കുന്നുണ്ടാകും. അത് നിർബന്ധമായും പൂരിപ്പിക്കണം എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ കോളങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഒരു ക്യാപ്ച കോഡ് കാണുന്നുണ്ടാകും. അത് മുകളിലുള്ള ഈ ഒരു കോളത്തിൽ തെറ്റാതെ അടിച്ചു കൊടുക്കണം.
ആ ക്യാപ്ച കോഡും അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുള്ള ഈ ഒരു മെനുവിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്ക്രോൾ ചെയ്ത് നമുക്ക് സിറ്റിസൺ ലോഗിൻ എന്നുള്ളിടത്തിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ ഐഡിയും പാസ്വേഡും അടിച്ച് ക്യാപ്ച അടിച്ചതിന് ശേഷം സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾ മെസ്സേജിൽ പോയിട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം എൻ്റർ OTP എന്നുള്ളിടത്തിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് OTP വന്നിട്ടില്ലെങ്കിൽ റീസെന്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വീണ്ടും OTPക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ OTP വന്നതുകൊണ്ട് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പാസ്വേഡ് മാറ്റണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ കറണ്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പാസ്വേഡ് അടുത്ത 2 കോളത്തിലും അടിച്ചു കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ മാറ്റുന്നില്ല, അതുകൊണ്ട് എക്സിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ പേരൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് ഓപ്ഷനുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കാം, അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓണർഷിപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് മാറ്റാം. അത്തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ടാകും. ഞാനിവിടെ നമ്മുടെ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ഏറ്റവും മുകളിൽ പോയിട്ട് 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷനുകളിൽ നിങ്ങൾ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന്റെ നേരെ കാണുന്ന ആ ഏരോ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ 3 ഓപ്ഷനുകളാണ് വരുന്നത്. അതായത് കാർഡ് ഉണ്ട്, PVC കാർഡ് പ്രിന്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഉണ്ട്. നമുക്ക് ആദ്യത്തിൽ കാണുന്ന കാർഡ് അല്ലെങ്കിൽ PVC കാർഡ് പ്രിന്റ് ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. PVC കാർഡ് പ്രിന്റ് എന്ന് പറയുന്നത് നമുക്ക് ATM രൂപത്തിലുള്ള കാർഡിലേക്ക് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാർഡ് എന്ന് പറയുന്നത് നമുക്ക് നിലവിലുള്ള റേഷൻ കാർഡിന്റെ അതേ വലുപ്പത്തിൽ തന്നെ കാർഡ് രൂപത്തിൽ പ്രിന്റ് ചെയ്ത് എടുക്കാനും അത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. ആദ്യത്തെ കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കാർഡ് പ്രിന്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ആണ് കാർഡ് എന്ന് പറയുന്നത്. അതിന് നേരെയുള്ള പ്രിന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ റേഷൻ കാർഡിന്റെ വലുപ്പത്തിലുള്ള ആ ഒരു കാർഡ് രൂപത്തിൽ പ്രിന്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അത് യെസ് കൊടുക്കുക. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ജസ്റ്റ് നിങ്ങളൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്താൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ കോപ്പി ചെയ്തിട്ടുള്ള പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കാർഡ് രൂപത്തിലുള്ള ആ ഒരു റേഷൻ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ 2 ഭാഗവും നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ പ്രിന്റ് എടുത്ത് നടു മടക്കിയതിന് ശേഷം ലാമിനേറ്റ് ചെയ്ത് കാർഡ് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് റേഷൻ കാർഡിന്റെ അതേ വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാവുക. ഈ ഒരു കാർഡോ ഇനി അതല്ല നമ്മൾ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള PVC റേഷൻ കാർഡോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ഈ ബ്രൗസറിന്റെ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ വിത്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള PDF വ്യൂവറിന്റെ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും പാസ്വേഡ് ചോദിക്കുന്നുണ്ടാകും. നേരത്തെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ആ പാസ്വേഡ് ഒന്നുകൂടെ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്താൽ മതി. ഈ ഒരു PDF സേവ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രിന്റ് കൊടുക്കാനും അതേപോലെ തന്നെ കൺവേർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുകൾ ഉണ്ടാകും. നമുക്ക് സേവ് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് കൊടുക്കാം. ഫോൺ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ PDF പേരൊന്ന് മാറ്റി കൊടുക്കുകയാണ്.
ഓക്കെ, ഡൗൺലോഡ് എന്നുള്ളതിൽ നമ്മൾ സേവ് കൊടുക്കുകയാണ്. ഇപ്പൊ സേവ് ആയിട്ടുണ്ട്. ഇനി PVC രൂപത്തിൽ, അതായത് ATM കാർഡിന്റെ സൈസിൽ ആണ് നമ്മൾ അടുത്ത ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ചെയ്തെടുത്താൽ മതി. നേരെ പിറകോട്ട് തന്നെ പോകുന്നു. അതിനുശേഷം നേരെ പിറകോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള PVC കാർഡ് എന്നുള്ളതിന്റെ നേരെ കാണുന്ന പ്രിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴും നേരത്തെ ചോദിച്ച പോലെ തന്നെ PVC കാർഡ് ആക്കി പ്രിന്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുന്നു. പ്രിന്റ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ നിലവിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ദിസ് ഫയൽ ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് ഒരു പാസ്വേഡ് അടിക്കാൻ വരും. ആ പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന ആ ഒരു പാസ്വേഡാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ കൊടുക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് PVC കാർഡ് രൂപത്തിലുള്ള സൈസിൽ ഈ ഒരു റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് പ്രിന്റ് എടുത്ത് PVC രൂപത്തിൽ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നിങ്ങളുടെ നിലവിലുള്ള റേഷൻ കാർഡ് രൂപത്തിലും അതേപോലെ തന്നെ PVC കാർഡ് രൂപത്തിലും ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഉപയോഗിക്കാനൊക്കെ വളരെ സുഖമാണ്. ഇത്തരത്തിൽ എല്ലാവരും ചെയ്തു വെക്കുക. നിലവിൽ റേഷൻ കാർഡ് കളഞ്ഞു പോയിട്ടുള്ള ആളുകൾക്കും ഇത് ഉപകാരപ്രദമാണ്. ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ തന്നെ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.